അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദാറുൽ എഫ്എമ്മിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ആർജമാരായിട്ടുള്ളത് ഹാദിക്കും അൽത്താഫുമാണ്. ഇന്ന് നമ്മൾ പുതിയ വിശേഷങ്ങളുമായിട്ടാണ് എത്തിയിട്ടുള്ളത്, അല്ലേ? അതെ, ഇന്ന് നമുക്ക് ധാരാളം വിശേഷങ്ങളുണ്ട് പറയാൻ. ഇത് വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും അത് സാധിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ആദ്യമായി തന്നെ ഖിറാഅത്തിനായി ദാറുൽ ഖുർആൻ അക്കാദമി വിദ്യാർത്ഥിയായ ഹംദാനിനെ ക്കുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതാ അംറുല്ലാഹി ഫലാ തസ്തഅജിലൂ സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. യുനസ്സിലുൽ മലായികത ബിർറൂഹി മിൻ അംരിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി അൻ അൻദിറു അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫത്തഖൂൻ. ഖലഖസ് സമാവാതി വൽ അർദ ബിൽ ഹഖ് തആല അമ്മാ യുശ്രികൂൻ. ഖലഖൽ ഇൻസാന മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ. والأنعام خلقها لكم فيها دفء ومنافع ومنها تأكلون ولكم فيها جمال حين تريحون وحين تسرحون. നല്ല രീതിയിൽ തന്നെ നമ്മെല്ലാവരെയും താല്പര്യപ്പെടുത്തുന്ന രൂപത്തിൽ തന്നെ ഹംദാൻ ഖിറാഅത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് ഒരു പോയം കേൾക്കാം. ഇത് അവതരിപ്പിക്കുന്നത് അൽഫിത്ര ഇസ്ലാമിക് സ്കൂൾ വിദ്യാർത്ഥിയായ മണൽ ബിൻത്ത് അബ്ദുസലാം. Assalamu alaikum wa rahmatullahi wa barakatuh. My name is Manal bint Abdul Salam. I am studying Al-Fitra Quran Preschool. ഇന്ന് ഞാൻ പാടാൻ പോകുന്ന പാട്ടിന്റെ പേരാണ് ഉണ്ണിക്കുണ്ടൊരു കുപ്പായം. ഉണ്ണിക്കുണ്ടൊരു കുപ്പായം, അച്ഛൻ വാങ്ങിയ കുപ്പായം, നീല നിറത്തിൽ കുപ്പായം, കാണാൻ കുപ്പായം. ഒരു നാൾ അച്ഛൻ നോക്കുമ്പോൾ കീറിയ കുപ്പായം. അച്ഛൻ മീശ വറപ്പിച്ചു, അങ്ങനെ കീറി കുപ്പായം. കൊമ്പിന്മേലെ ചാഞ്ചാടി കുടുങ്ങിയല്ലോ കുപ്പായം. കൊമ്പ് പിടിച്ച് വലിച്ചപ്പോൾ അങ്ങനെ കീറി കുപ്പായം. കൊമ്പിന്മേലെ ചാഞ്ചാടി കുടുങ്ങിയല്ലോ കുപ്പായം. കൊമ്പ് പിടിച്ച് വലിച്ചപ്പോൾ അങ്ങനെ കീറി കുപ്പായം. ഉണ്ണിക്കുട്ടൻ കൈനീട്ടി, ഇപ്പോ കിട്ടും നല്ലൊരടി. പക്ഷേ തല്ലുകൾ വന്നില്ല, എന്താ അച്ഛാ തല്ലാത്ത? ഉണ്ണിക്കുട്ടൻ കൈനീട്ടി, ഇപ്പോ കിട്ടും നല്ലൊരടി. പക്ഷേ തല്ലുകൾ വന്നില്ല, എന്താ അച്ഛാ തല്ലാത്ത? നേര് പറഞ്ഞാൽ തല്ലില്ല, നേര് പറഞ്ഞാൽ തല്ലില്ല. നന്ദി. ബാറക്കല്ലാഹു ഫീക്. മനൽ നല്ല രീതിയിൽ തന്നെ ഈ പോയം അവതരിപ്പിച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇംഗ്ലീഷിൽ ഒരു കഥ കേൾക്കാം. അൽഫിത്ര വിദ്യാർത്ഥിയായിട്ടുള്ള എമിൻ ആദമാണ് ഈ കഥ നമ്മളോട് പറയുന്നത്. അസ്സലാമു അലൈക്കും. Hi everyone, I am Emin Adam from beginner A. Today I am going to tell a true story. The name of the story is The Little Elephant. There was a little elephant named Binu. Binu lived in a big forest with his mother. He loved
to play in the river. Every morning, Dinu splashed water with a long trunk. All the animals laughed and played with him. One day, Binu saw a bird that could not fly. Binu gently lifted the bird with his trunk and placed it on a tree. The bird was happy and sang a sweet song for Binu. Binu smiled and learned that being kind makes everyone happy. Thank you. Assalamu alaikum. ബാറക്കല്ലാഹു ഫീക്ക്. എമിൻ ആദം നല്ല രീതിയിൽ തന്നെ നമ്മെല്ലാവരെയും രസിപ്പിക്കുന്ന രൂപത്തിൽ തന്നെ സ്റ്റോറി അവതരിപ്പിച്ചിട്ടുണ്ട്. കഥ കേൾക്കുക എന്നത് നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിനോദമാണ്. ഇനി അതോടൊപ്പം നമുക്കൊരു മനോഹരമായ പാട്ട് കേൾക്കാം. അൽഫിത്ര വിദ്യാർത്ഥിനിയായ ഫിൽസ കേക്കയാണ് നമുക്ക് വേണ്ടി ഈ പാട്ട് അവതരിപ്പിക്കുന്നത്. കൂടുകൂട്ടി താമസിക്കും കുഞ്ഞാറ്റക്കിളിയെ, എന്റെ കുഞ്ഞാറ്റക്കിളിയെ. കൂടുകൂട്ടി താമസിക്കും കുഞ്ഞാറ്റക്കിളിയെ, എന്റെ കുഞ്ഞാറ്റക്കിളിയെ. നിൻ കൂട്ടിനുള്ളിൽ എനിക്ക് കൂടി കൂടാനിടമുണ്ടോ? നിൻ കൂട്ടിനുള്ളിൽ എനിക്ക് കൂടി കൂടാനിടമുണ്ടോ? കൂടാനിടമുണ്ടോ? കുഞ്ഞിക്കിളികളെ ഓമനിക്കാം പാട്ടുപാടിയിടാം. കുഞ്ഞിക്കിളികളെ ഓമനിക്കാം പാട്ടുപാടിയിടാം. പാലും പഴവും വയറു നിറച്ച് ഞാൻ നൽകിയിടാം. പാലും പഴവും വയറു നിറച്ച് ഞാൻ നൽകിയിടാം. തീറ്റ തേടി നീ പോയാൽ ഒറ്റയ്ക്കാവില്ലേ? അവരൊറ്റയ്ക്കാവില്ലേ? തീറ്റ തേടി നീ പോയാൽ ഒറ്റയ്ക്കാവില്ലേ? അവരൊറ്റയ്ക്കാവില്ലേ? ഇടിയും മഴയും വന്നാലോ പേടിയാവില്ലേ? പാവം പേടിയാവില്ലേ? ഇടിയും മഴയും വന്നാലോ പേടിയാവില്ലേ? പാവം പേടിയാവില്ലേ? കൂട്ടിരിക്കാം കൂട്ടിനുള്ളിൽ കൂടെ കൂട്ടാമോ? എന്നെ കൂടെ കൂട്ടാമോ? കലബില കലബില പാടി നടക്കും കുഞ്ഞാറ്റക്കിളിയെ, എന്റെ കുഞ്ഞാറ്റക്കിളിയെ. കലബില കലബില പാടി നടക്കും കുഞ്ഞാറ്റക്കിളിയെ, എന്റെ കുഞ്ഞാറ്റക്കിളിയെ. തായെ പുത്തിപ്പത്തി വിടർത്തും സർപ്പമെങ്ങാനും, തായെ പുത്തിപ്പത്തി വിടർത്തും സർപ്പമെങ്ങാനും കൂട്ടിൽ കേറി കുഞ്ഞിക്കിളികളെ കൊണ്ടുപോയാലോ? കൂട്ടിൽ കേറി കുഞ്ഞിക്കിളികളെ കൊണ്ടുപോയാലോ? ചിറകു മുളയ്ക്കാനായില്ലല്ലോ കുഞ്ഞിക്കിളികൾക്ക്, ചിറകു മുളയ്ക്കാനായില്ലല്ലോ കുഞ്ഞിക്കിളികൾക്ക്. ചിറകു വിരിച്ച് പറന്നലയും കൂട്ടിരിക്കാം ഞാൻ, ചിറകു വിരിച്ച് പറന്നലയും കൂട്ടിരിക്കാം ഞാൻ. കൂട്ടുകൂട്ടി താമസിക്കും കുഞ്ഞാറ്റക്കിളിയെ, എന്റെ കുഞ്ഞാറ്റക്കിളിയെ. കൂടുകൂട്ടി താമസിക്കും കുഞ്ഞാറ്റക്കിളിയെ, എന്റെ കുഞ്ഞാറ്റക്കിളിയെ. നിൻ കൂട്ടിനുള്ളിൽ എനിക്ക് കൂടി കൂടാനിടമുണ്ടോ? നിൻ കൂട്ടിനുള്ളിൽ എനിക്ക് കൂടി കൂടാനിടമുണ്ടോ? കൂടാനിടമുണ്ടോ? അസ്സലാമു അലൈക്കും. അവതരിപ്പിക്കുന്നത്. മാഷാ അല്ലാ, ബാറക്കല്ലാ. പാട്ട് പാടുക എന്നുള്ളത് തന്നെ അത് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. ഫിൽസാക്കൊക്കെ അതിമനോഹരമായി ഒരു പാട്ട് നമുക്ക് പാടിത്തന്നു. അടുത്തത് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നതിനായി ഒരു ഹദീസുമായി അൽഫിത്ര വിദ്യാർത്ഥിനി മിയ
നിങ്ങൾക്കായി ഒരു ഹദീസ് പറഞ്ഞു തരാൻ പോകുന്നു. Assalamu alaikum warahmatullahi wabarakatuh. I am Mia. I am from level 2. Al-Fitra Islamic School. Fadl Qiraatul Quran. Qala Rasulullah sallallahu alaihi wasallam, man qara'a harfan min kitabillahi falahu bihi hasanatu wa hasanatu bi ashri amsalha. കൂട്ടുകാരെ, ഈ ഹദീസിന്റെ മീനിങ് എന്താണെന്ന് അറിയാമോ? ഖുർആൻ വായിക്കുന്നത് വലിയ നന്മയാണ്. ഖുർആനിലെ ഓരോ അക്ഷരവും വായിച്ചാലും അള്ളാഹു 10 നന്മകൾ നൽകും. ഡെയിലി ഖുർആൻ റിസൈറ്റ് ചെയ്യണം. നല്ല കുട്ടികളാവണം. അള്ളാഹു എല്ലാവരും രക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എക്കാലത്തും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹദീസ് പഠിക്കുക എന്നത് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മിയാക്കെ വളരെ വ്യക്തമായി തന്നെ ഒരു ഹദീസ് നമുക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് രത്യുജ്വലമായ സ്പീച്ച് ആവാം. ദാറുൽ ഖുർആൻ അക്കാദമി വിദ്യാർത്ഥിയായ അഫാഫ് ഹുസൈനിന്റെ ഒരു സ്പീച്ച് നമുക്ക് കേൾക്കാം. السلام عليكم ورحمة الله وبركاته. أيها الحضور الكرام، حديثي اليوم عن نعمة عظيمة من نعم الله، عن رحمة تنزيل من السماء عن المطر. المطر ليس مجرد قطرات تسقط من الغيث، بل هو حياة تبعث في الأرض، ونعمة تروي الزرع، وترزق الإنسان والحيوان، وتنعش الأرواح. قال الله سبحانه وتعالى: ونزلنا من السماء ماء مباركا فأنبتنا به جنات وحب الحصيد، وفي كل قطرة مطرة بركة ورحمة وخير لا يعلمه إلا الله. وكان نبينا محمد صلى الله عليه وسلم إذا رأى المطر قال: اللهم صيبا نافعا. دعاء بسط لكنه يهمل رجاء أن يكون هذا الغيث خيرا وبركة، فلنحمد الله دائما على هذه النعمة، ولندعوه يرزقنا الغيث ولا يجعلنا من القانتين. أقول قولي هذا أستغفر الله لي ولكم أستغفره إنه هو التواب الرحيم. ബാറക്കല്ലാ, മാഷാ അല്ലാ. ഉഗ്രമായിട്ടുള്ള രീതിയിൽ തന്നെ വളരെ വ്യക്തവും അതുപോലെ തന്നെ പക്വമായ രീതിയിലും ദൃഢതയോടുകൂടിയും അഫാഫ് ഹുസൈനിന് പ്രസംഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ പ്രസംഗിക്കാൻ സാധിക്കുക എന്നുള്ളത് ഒരു വേറിട്ട കഴിവ് തന്നെയാണ്, അല്ലേ ഹാദിഖ്? അതെ അതെ, ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് നല്ല രീതിയിൽ പ്രസംഗിക്കാനും ഹദീസ് പഠിപ്പിക്കാനും പാട്ട് പാടാനും സാധിക്കുന്നുണ്ട്. അതെ അതെ, അത് മുതിർന്നവർക്ക് ഒരു വലിയ പ്രചോദനം തന്നെയാണ്. ഇനി നമുക്കൊരു മനോഹരമായ ഒരു പാട്ടും കൂടി നമുക്ക് കേൾക്കാം. ബ്രില്യൻസ് അക്കാദമി വിദ്യാർത്ഥിയായ ദാറുൽ അൻസാർ ബ്രില്യൻസ് അക്കാദമി വിദ്യാർത്ഥിയായ റിഷാനാണ് നമുക്കായി ആ മനോഹരമായ പാട്ട് പാടുന്നത്. നടക്കുമ്പോൾ ഓർക്കില്ല കിടക്കുമെന്ന്, നാവിട്ടലയ്ക്കുമ്പോൾ കൽബിലില്ല നിലയ്ക്കുമെന്ന്, ചലനം നിലയ്ക്കുമെന്ന്, ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന്, നമ്മൾ കരയിപ്പിച്ചവസാനം മടങ്ങുമെന്ന്, ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന്, നമ്മൾ കരയിപ്പിച്ചവസാനം മടങ്ങുമെന്ന്,
മടങ്ങുമെന്ന്. പിറവി നാം അറിയാതെ കൺ തുറന്നുമല്ലേ പറന്നു നാം ഉയർന്നപ്പോൾ മനം മറന്ന്. പിറവി നാം അറിയാതെ കൺ തുറന്നുമല്ലേ പറന്നു നാം ഉയർന്നപ്പോൾ മനം മറന്ന്. ദുനിയാവ് വെറുമൊരു ഇടത്താവളം, ദുനിയാവ് വെറുമൊരു ഇടത്താവളം. നേരി ദൂതൻ ഓർക്കാതെ അകന്ന് പാളും. കര കാണാതെങ്ങോട്ടോ ഒതിച്ച് പോയി ഞങ്ങൾ കണ്ണെത്താനറിയാതെ മതിച്ച് പോയി. നടക്കുമ്പോൾ ഓർക്കില്ല കിടക്കുമെന്ന്, നാവിട്ടലയ്ക്കുമ്പോൾ കൽബിലില്ല നിലയ്ക്കുമെന്ന്, ചലനം നിലയ്ക്കുമെന്ന്. ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന്, നമ്മൾ കരയിപ്പിച്ചവസാനം മടങ്ങുമെന്ന്. മാഷാ അല്ലാഹ് ബാറക്കല്ലാഹ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാട്ട് പാടാൻ കഴിയുക എന്നുള്ളത് ഒരു വേറിട്ട കഴിവ് തന്നെയാണ്. റിഷാൻ വളരെ നല്ല രീതിയിൽ തന്നെ വളരെ മനോഹരമായി തന്നെ നമുക്ക് വേണ്ടി പാട്ട് പാടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മലയാളത്തിലുള്ള ഒരു കഥ കേൾക്കാം. അൽഫിത്ര ഇസ്ലാമിക് സ്കൂൾ വിദ്യാർത്ഥിനിയായ ഇഫ്സ പി ആണ് ഈ കഥ അവതരിപ്പിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കഥയാണ്. ഒരു പെരുന്നാൾ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ പോകുന്നരികിൽ കുറേ കുട്ടികൾ പുത്തനെടുപ്പിട്ട് ഉപ്പയുടെ കൂടെ പള്ളിയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്തൊരു കൊച്ചുകുട്ടി തേങ്ങി തേങ്ങി കരയുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി ചോദിച്ചു, കുഞ്ഞേ കുഞ്ഞേ, നീ എന്തിനാണ് കരയുന്നത്? കുട്ടി പറഞ്ഞു, നബിയേ നബിയേ, എനിക്ക് ഉപ്പയില്ല, എനിക്ക് പുത്തനെടുപ്പില്ല, എനിക്ക് പുത്തനെടുപ്പ് വാങ്ങിത്തരാൻ ആരുമില്ല. അത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിയെ കൂട്ടി വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തി ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ വിളിച്ചു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഇതാ നിന്റെ പെരുന്നാൾ സമ്മാനം. ഈ കുട്ടിയെ കുളിപ്പിച്ച് പുത്തനെടുപ്പിട്ട് അത്തറും പൊശി ലഭിച്ചു എന്റെ കൂടെ പള്ളിയിലേക്ക് അയക്കൂ. അത് കേട്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അതേപോലെ ചെയ്തു. ആ കുട്ടിയെ കുളിപ്പിച്ച് പുത്തനെടുപ്പിട്ട് അത്തറും പൊശി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പറഞ്ഞയച്ചു. അപ്പോൾ പോകുന്നരികിൽ കുട്ടി ചോദിച്ചു, നബിയേ നബിയേ, എന്റെ ഉപ്പയുടെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? അത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുഞ്ഞേ കുഞ്ഞേ, ഞാൻ ആ ബബ്ബറയിലുണ്ടാവും, അതാണ് നിന്റെ ഉപ്പ എന്ന് പറഞ്ഞാൽ മതി. അത് കേട്ട് കുട്ടി തുള്ളിച്ചാടി. കൂട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിയോട് കാണിച്ച കരുണ നമ്മൾ പ്രവർത്തികയാക്കണം. അല്ലാത്ത കുട്ടിയുടെ മുമ്പിൽ വെച്ച് സ്വന്തം കുഞ്ഞിനെ ലാളിക്കരുതെന്ന് പഠിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ മാതൃകയാക്കുന്നു. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാഹ് ബാറക്കല്ലാഹ്. അടുത്തതായി അൽഫിത്ര ഇസ്ലാമിക് സ്കൂൾ വിദ്യാർത്ഥിനികളായ നിദ ആൻഡ് ഹിക്മ ഹത്തൂൺ അവർ അവതരിപ്പിക്കുന്ന കോൺവെർസേഷൻ സോങ്ങാണ്. അസ്സലാമു അലൈക്കും. പരിശുദ്ധ ഖുർആനിൻ സൂത്രങ്ങളും പുണ്യ റസൂലിന്റെ ചര്യകളും സത്യം മനസ്സിൽ പകർത്തിടുവാൻ ക്ലാസ്സിനായി പോരുന്ന കൂട്ടുകാരി. ഇല്ല, എനിക്ക് സമയമില്ല, ഗ്രൂപ്പിൽ ഞാൻ ഇന്ന് തിരക്കിലാണ്. വാട്സപ്പിൽ ഗ്രൂപ്പുണ്ടോ 9 എണ്ണം,
ഫേസ്ബുക്കിൽ ഫ്രണ്ട്സ് ഉണ്ടോ 500 എന്തു നേടാനാണ് ഈ വാട്സപ്പിന്ന്, എന്തു നേടാനാണ് ഈ ഫേസ്ബുക്കിന്ന്. ഖുർആനും സുന്നത്തും പഠിച്ചറിഞ്ഞാൽ വിജയം നേടാം നാളെ പരലോകത്ത്. ഞാനിട്ട വിച്ചറിഞ്ഞെന്നും കിട്ടി ലൈക്കും കമന്റും 500. ഊണും ഉറക്കവും ഒന്നുമില്ല, ആവില്ലെനിക്കിനി ഫോണില്ലാതെ. ദുനിയാവ് വിട്ട് പിരിഞ്ഞിടുമ്പോൾ അറ്റ് പോയിടും ബന്ധങ്ങളെല്ലാം, ഖബറിൽ തനിച്ച് കിടന്നിടുമ്പോൾ രക്ഷക്ക് റബ്ബിന്റെ ലൈക്ക് മാത്രം. ശരിയാ സൂതേരി സമയമില്ല, ദിക്റും ദുആയും സ്വലത്തിറന്നും റബ്ബിന്റെ ലൈക്ക് ഇത് നേടിടുവാൻ ഞാനും വരുന്നുണ്ട് ക്ലാസ്സിനായി. റബ്ബിന്റെ 2 അനുഗ്രഹങ്ങൾ അതിൽ വഞ്ചിതരായോഗ്യരല്ല, ഒഴിവ് സമയവും ആരോഗ്യവും ചോദ്യം ചെയ്യും നാളെ പരലോകത്ത്. വഞ്ചിതരാവല്ലേ കൂട്ടുകാരെ, റബ്ബിന്റെ അനുഗ്രഹം പാഴാക്കല്ലേ. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹ്. ഇനി അവസാനമായി നമുക്ക് ഒരു ക്യാമ്പസ് ന്യൂസ് കേൾക്കാം. ഇത് അവതരിപ്പിക്കുന്നത് അൽഫിത്ര ഇസ്ലാമിക് സ്കൂൾ വിദ്യാർത്ഥിനിയായ അസ്മിയ സീക്കയാണ്. അസ്സലാമു അലൈക്കും. ക്യാമ്പസ് വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അസ്മിയ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. അൽഫിത്ര ഇസ്ലാമിക് സ്കൂൾ ദാൽ അൻസാർ സ്പെല്ലിംഗ് ബി കോമ്പറ്റീഷൻ നടത്തി. 3 കാറ്റഗറീസിലായിട്ടായിരുന്നു മത്സരം. വ്യത്യസ്ത റൗണ്ടുകളിലായി ഫൈനൽ മത്സരം നടത്തി. വിജയികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. അൽഫിത്രയിൽ അറബിക് ഡേ. അൽഫിത്ര ഇസ്ലാമിക് സ്കൂൾ ദാൽ അൻസാർ അറബിക് ഡേ നടത്തി. ഡിസംബർ 18 വേൾഡ് അറബിക് ലാംഗ്വേജ് ഡേയുമായി ബന്ധപ്പെട്ടാണ് അറബിക് ഡേ നടത്തിയത്. കുട്ടികൾക്കായി ആലിഫ് താലിം ക്യൂസും സംഘടിപ്പിച്ചു. എല്ലാവരും ആവേശത്തോടെ പങ്കെടുത്തു. അതുപോലെ അറബിക് ക്ലബിലെ കുട്ടികൾക്കായി പ്ലേ വിത്ത് ദ ലെക്ചേഴ്സ് എന്ന കോമ്പറ്റീഷൻ നടത്തി. ഫസ്റ്റ് പ്രൈസ് ഹൈസ ജാഫർ, സെക്കൻഡ് പ്രൈസ് മുസ്മി ആൻഡ് തേർഡ് പ്രൈസ് ഐഷ ദുവ കരസ്ഥമാക്കി. അൽഫിത്ര ഇസ്ലാമിക് സ്കൂൾ ദാറുൽ അൻസാർ വളവന്നൂർ മാത്തമാറ്റിക്സ് ഡേ നടത്തി. ഗ്രേഡ് 1 ആൻഡ് ഗ്രേഡ് 2 ക്വിസ് പ്രോഗ്രാമും ഗ്രേഡ് 3 ആൻഡ് ഗ്രേഡ് 4 ടാബിത്തോൺ നടത്തി. ദാറുൽ അൻസാറിൽ പുതിയ തഫ്സീർ പഠനം, ഹദീസ് പഠനം, ഹിഫ്ള് പഠനത്തോടൊപ്പം ഖുർആനിന്റെ ചെറിയ സൂറത്തുകൾ തുടങ്ങുന്ന തഫ്സീർ പഠനവും ചെറിയ ഹദീസുകളുടെയും പഠനവും ദാറുൽ അൻസാറിൽ ആരംഭിച്ചു. ക്വിസ് കോമ്പറ്റീഷൻ ഫോർ ഹോസ്റ്റൽ. നെദ്വ പ്രോഗ്രാമിന്റെ ഭാഗമായി ഹോസ്റ്റലിലെ ഹിഫ്ള് വിദ്യാർത്ഥികളും ബ്രില്യൻസ് അക്കാദമി വിദ്യാർത്ഥികളും ക്വിസ് കോമ്പറ്റീഷൻ നടത്തി. ഈ പോസ്റ്ററുകളും വീഡിയോകളും കളറാകും. വളവന്നൂർ. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളുടെയും പ്രോഗ്രാമിന്റെ പോസ്റ്ററുകളും വീഡിയോകളും ഭംഗിയാക്കുന്നതിന് ഭാഗമായി 29/11/2025 കയർ DC CEO ആൻഡ് ഫൗണ്ടർ മിസ്റ്റർ മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിൽ വളരെ വിപുലമായ മീഡിയ ഷോ നടന്നു. ദാറുൽ അൻസാറിന്റെ ചെയർമാനുമായി സംവദിച്ച നവ്യാനുഭവമായി. ദാറുൽ അൻസാർ ചെയർമാൻ AP അബ്ദുൽ സമദ് സാഹിബിന്റെ കൂടെ കുറച്ചു സമയം വിദ്യാർത്ഥികൾക്ക് അവസരം കിട്ടിയത് ഒരു പുതിയ അനുഭവമായി വിദ്യാർത്ഥികൾ പങ്കുവച്ചു. ഇനി സ്വാദിഷ്ടവും ആരോഗ്യപരവുമായ വിഭവങ്ങൾ. ദാറുൽ അൻസാറിന്റെ ഭക്ഷണത്തിന്റെ മെനു സ്വാദിഷ്ടവും ആരോഗ്യപരവുമായ രൂപത്തിൽ ക്രമീകരിച്ചു. 1000ഓളം പ്രതിഭകളെ പങ്കെടുപ്പിച്ചു. നമ്മുടെ ക്യാമ്പസ് മുറ്റത്ത് മലപ്പുറം വെസ്റ്റ് ജില്ലയുടെ മദ്രസ സർഗമേള നടന്നു. ബ്രില്യൻസ് അക്കാദമിയിൽ വെള്ളിയാഴ്ചകളിൽ ചിന്തകൾക്ക് ഇടം കൊടുത്തുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്ററുകൾ ആരംഭിച്ചു. അക്കാദമിക് പ്ലാനിംഗ് മീറ്റിംഗ് നടന്നു. അൽഫിത്ര ടീച്ചേഴ്സിന്റെയും ദാറുൽ അൻസാർ ടീച്ചേഴ്സിന്റെയും ഹിഫ്ള് വിദ്യാർത്ഥികളുടെയും ബ്രില്യൻസ് അക്കാദമി വിദ്യാർത്ഥികളുടെയും മീറ്റിംഗ് ഷെറീന മാമിന്റെയും സിറാജ് സാറിന്റെയും സാന്നിധ്യത്തിൽ നടന്നു. നവംബർ മാസത്തിലെ സ്റ്റാർ ഓഫ് മന്തായി അഫാഫ് സെയ്ൻ, അയാസ്, ആസിം മുഹമ്മദ് എന്നിവരെ തെരഞ്ഞെടുത്തു ആദരിച്ചു. ബ്രില്യൻസ് അക്കാദമിയിലെ വിദ്യാർത്ഥികളുടെയും
ഹിഫ്ള് വിദ്യാർത്ഥികളുടെയും വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ഹദീസ് സംസാരങ്ങൾ ആരംഭിച്ചു. അധ്യാപകർ പങ്കെടുത്ത വിദ്യാർത്ഥികൾ നെതുവ, സാഹിത്യ സമാജം, വ്യത്യസ്ത ഈണം ഉള്ള പാട്ടുകളാൽ സജീവമായി. ഹിഫ്ള് വിദ്യാർത്ഥികളുടെ ആരോഗ്യക്ഷമതയ്ക്ക് വേണ്ടിയുള്ള മാസത്തിലെ 2 തവണ നടത്തുന്ന ടർഫ് ഫുട്ബോൾ ഭംഗിയായി നടന്നു. സ്കൂളിൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേയുമായി ഭാഗമായി പോസ്റ്റർ രചന മത്സരം നടന്നു. ദാറുൽ അൻസാർ ഹോസ്റ്റലിൽ സ്പെഷ്യൽ ക്ലാസുകൾ തുടങ്ങി. അതിന്റെ ആദ്യ വിഷയം നമസ്കാരത്തിന്റെ മനോഹാരിത എന്ന വിഷയമായിരുന്നു. കുട്ടികൾക്ക് നമസ്കാരത്തിന്റെ പ്രാധാന്യം മനസ്സിലാകുന്ന രൂപത്തിലുള്ള PPT പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. ദാറുൽ അൻസാർ ചെയർമാൻ AP അബ്ദുൽ സമദ് സാഹിബിന്റെ സാന്നിധ്യത്തിൽ ബ്രില്യൻസ് അക്കാദമിയിലെ അധ്യാപകരുടെ വിപുലമായ മീറ്റിംഗ് നടന്നു. കൃത്യമായ അക്കാദമിക് പ്ലാനുകൾ ചർച്ച ചെയ്തു. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാ, ബാറക്കല്ലാ. ഇതോടുകൂടി ദാറുൽ FM 3-ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഒന്നിനൊന്ന് മെച്ചമായിക്കൊണ്ട് ഓരോ പരിപാടികളും ഇവിടെ കുട്ടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കഴിവുകൾ കൂടുതൽ മെച്ചപ്പെടുത്താനും നമ്മുടെ അറിവുകൾ ഇതുപോലെയുള്ള മേഖലകളിലൂടെ ആളുകളിലേക്ക് എത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇന്നിവിടെ പരിപാടി അവതരിപ്പിച്ച, പാട്ടുപാടിക്കൊണ്ടും കഥ പറഞ്ഞുകൊണ്ടുമൊക്കെ നമ്മളെ രസിപ്പിച്ച, പ്രസംഗിച്ചുകൊണ്ടും ഹദീസ് പറഞ്ഞുകൊണ്ടും നമുക്ക് പാഠങ്ങൾ പഠിപ്പിച്ചു തന്ന ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.